കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നെഞ്ചുനീർന്ന വേദനയോടെ മകളുടെ ഓർമ്മകളുമായി നിൽക്കുന്ന രണ്ടുപേരെ കണ്ടു. കോട്ടയം മുട്ടുചിറയിലെ മോഹൻദാസും ഭാര്യ വസന്തകുമാരിയും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന് നീതി കിട്ടാൻ 2.5 വർഷത്തോളം നിയമപോരാട്ടം നടത്തിയ മാതാപിതാക്കൾ. നാളുകളായി അവർ കാത്തിരുന്ന ദിവസമായിരുന്നു ഇത്. മകളെ കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിനുള്ള ശിക്ഷ കൊല്ലം 1ാം അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധിക്കും. കൊലപാതകം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന കുറ്റങ്ങളും കോടതി ശരിവെച്ചിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതി സന്ദീപ് മദ്യലഹരിയിലായിരുന്നെങ്കിലും തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ തെളിയിക്കാനായതാണ് കേസിൽ നിർണായകമായത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും കോടതി തള്ളി. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്നാണ് കൊല്ലം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും വസന്തകുമാരിയും കോടതിയിലെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ വാദങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ നീതി ലഭിച്ചോ എന്ന് പറയാൻ കഴിയൂ എന്നും വിധിപ്പിക്കൊണ്ട് അവർ പ്രതികരിച്ചു. എന്താണ് ഈ വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ പറയാനുള്ളത്? വിധി വന്നതിന് ശേഷം പറയാം. പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭിക്കുമെന്നാണ് കോടതിയിൽ നിന്നുള്ള പ്രതീക്ഷ, അല്ലേ? നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി 100% അദ്ദേഹം. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടന്നത്. 26 മുറിവുകളാണ് വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനയെ പിന്തുടർന്ന് കുത്തുന്നത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ കേസിലെ ശക്തമായ തെളിവുകളായി. 70ഓളം സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. കേരളത്തെയാകെ നടുക്കിയ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കുമരം ലഭിക്കുമോ അതോ ജീവപര്യന്തം തടവാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.